നമ്മളിപ്പോൾ പോയ ക്ഷേത്രമില്ലേ, അവിടെ നടയിൽ നിന്നപ്പോൾ ഞാൻ നെറ്റിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നേർന്നിട്ടുണ്ട്. അത് ചെന്നൊന്ന് പൂർത്തിയാക്കണം. അവിടെ നടയിൽ നിന്നപ്പോൾ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. അപ്പോഴാ ഞാൻ വഴിപാട് നേർന്ന്. ഞാൻ തനിച്ച് ചെയ്യേണ്ടതാ. ഞാൻ പോയിട്ട് വരാം. വരട്ടെ അമ്മേ. നമ്മളെ കൊണ്ട് ഇതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മേ? ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് വിശ്വാസമായോ? ജീവന് മാറ്റുണ്ടെന്ന് പറയുമ്പോഴെല്ലാം അമ്മ തർക്കിക്കുമായിരുന്നല്ലോ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ജീവൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഇവൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എന്താ ഉറപ്പ്? അവൻ ഇതിനേക്കാൾ വലിയ കള്ളത്തരം കാണിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ണ് തുറന്ന് തന്നെയാണ് ഇരിക്കുന്നത്. പറഞ്ഞത് ശരിയാണോന്ന് ഞാൻ പോയി നോക്കും. ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. നിത്യേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്റെ വിശ്വാസങ്ങൾ ശരിയാണെന്ന് എനിക്ക് ഉറപ്പാക്കണ്ടേ? അതുകൊണ്ട് ജീവന്റെ പുറകെ പോണെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. அம்மா என்னம்மா இப்போதான் நீங்கள் ஹாஸ்பிட்டல் டிஸ்சார்ஜ் வாங்கி வந்தது. இப்போ நீங்கள் அங்கொന്നും போக வேண்டாம்மா. പോണ ശരവണം, ഒരാളെന്നെ കബളിപ്പിക്കുകയാണെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കി അത് ചോദിക്കെങ്കിലും വേണ്ടേ? ഞാൻ പോവും. നിൽക്ക്. ഞാൻ പറയുന്ന വാക്കുകളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ യാത്രയെന്ന് എനിക്കറിയാം. അത്രയ്ക്കെന്നെ വിശ്വാസം ഇല്ലാതായില്ലേ? ഇത് അമ്മയോടുള്ള വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, എന്റെ വിശ്വാസത്തിന്റെ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് പോണം. என்ன அம்மா இவங்க அங்கே எதுக்கு? പോയി വരട്ടെ ശരവണ. നമ്മളൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത സത്യം അവൾ പോയി കണ്ടുപിടിക്കട്ടെ. അവൻ ഒരിക്കലും ആ ക്ഷേത്രത്തിലുണ്ടാവില്ല. അതോടെ തീരുമല്ലോ അല്ല. ഹരി, എനിക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട്. എന്നെ എവിടെ വരെ ഒന്ന് കൊണ്ടുപോവാമോ? ജീവൻ ഏഴുമല ദേവീക്ഷേത്രത്തിലേക്ക് പോയിരിക്കാം. എനിക്ക് വേണ്ടിയൊരു പ്രാർത്ഥനയുണ്ട്. അത് പൂർത്തിയാക്കണമെന്നും പറഞ്ഞാ പോയത്. ജീവൻ പറയുന്നതൊന്നും അമ്മയും മറ്റുള്ളവരൊന്നും വിശ്വസിക്കില്ല. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്.
ആ വിശ്വാസം മനസ്സിലൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാ. പറഞ്ഞതുപോലെ ജീവന ക്ഷേത്രത്തിലേക്കാണ് പോയിരിക്കുന്നതെങ്കിൽ, എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ചെയ്യുന്നതെങ്കിൽ, പിന്നെ ആര് സംശയിച്ചാലും ജീവനെ ഞാൻ സംശയിക്കില്ല. എനിക്ക് സമയമില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനിടയിൽ നിത്യയുടെ എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്താൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. ഹരി, എന്നോട് പിണക്കാണോ? എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല. പിണങ്ങാൻ ഞാനാരാ? ജീവിതത്തിൽ ഓരോ അബദ്ധങ്ങളിൽ ചെന്നിച്ചാണ്. അത് അബദ്ധമാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും വേദനിക്കാനുള്ള അത്രയും വേദനയാവും. ശീലമായി ഇപ്പോ. സോറി ഹരി, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, ഒരുപാട് മോഹങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തി പക്ഷെ പുറം ലോകത്ത് നിങ്ങളെപ്പോലെ കൈവീശി നടക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും പെണ്ണിനിപ്പോഴും പൂർണ്ണമായി കിട്ടിയിട്ടില്ല. അവള് വീടിന്റെ അകത്തളത്തില്, മനസ്സിന്റെ ചങ്ങലയില്. അവിടെ കിടന്ന് വെറുതെ കുതിര് നോക്കാനേ പറ്റൂ, പൊട്ടിച്ചെറിയാനും ആവില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഹരി ബുദ്ധിമുട്ടണ്ട. അച്ഛൻ എന്താ നിത്യാമ്മയുടെ കൂടെ പോവാത്തെ? അച്ഛൻ എന്നെ തല്ലണമെങ്കിൽ തല്ലിക്കോ, പക്ഷെ നിത്യാമ്മ വേദനിപ്പിക്കില്ല അച്ഛാ. നിത്യാമ്മ പാവാ. അച്ഛന് എന്നെയൊക്കെ എന്ത് ഇഷ്ടാന്നറിയോ? നിത്യാമ്മയുടെ കൂടെ ചെല്ലച്ചാ. നിത്യ, ഞാനും കൂടെ വരാം. വേണ്ട, ഞാൻ പറഞ്ഞൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. എത്ര വിശാലമായിട്ട് ചിന്തിച്ചാലും അവസാനം നമ്മളൊരു കുഞ്ഞു മനസ്സിലേക്ക് എത്തുമല്ലോ. ചിലപ്പോൾ പിടി വിട്ടുപോകും. താനൊന്ന് വെയിറ്റ് ചെയ്യുക, ഞാൻ റെഡിയായിട്ട് വരാം.
ഇത് കാണേണ്ടത് അമ്മയാ. ഇത് കണ്ടെങ്കിലും അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവണം. ഏയ്, നിത്യ, അയ്യോ, താനെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഒന്നുമില്ല, ഒന്നുകൂടി ഇങ്ങോട്ട് വരണമെന്ന് തോന്നി. കണ്ടോ ഹരി സാറേ, ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാ. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുന്നതല്ലേ ഞാൻ. ശരി, ഇയാൾ പോകണമെന്ന് പറഞ്ഞാലും ഹരിസാർ കൂട്ടിക്കൊണ്ട് വരാൻ പാടുണ്ടോ? സാറ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ശരി, താൻ തിരിച്ചു വയ്ക്കോ. ചെന്ന് കിടന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങ. എനിക്ക് ശയനപ്രദക്ഷിണം പൂർത്തിയാക്കിയിട്ടേ ഇന്ന് അമ്പലത്തിലൊരു ഉപവാസമുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ. ഞാനും ജീവന്റെ കൂടെ ഇവിടെ നിന്നോളാം. അയ്യോ, അതൊന്നും വേണ്ട, താൻ ചെല്ല്. ഇല്ല, ഞാൻ പോവില്ല. നിർബന്ധം പിടിക്കല്ലേ നിത്യ. ഞാൻ നിശ്ചയിച്ച വഴിപാടുകൾ ഞാൻ തന്നെ പൂർത്തിയാക്കണ്ടേ? ഹരി സാറേ, നിത്യയെ കൂട്ടിക്കൊണ്ടുപോ. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് മനസ്സമാധാനമായിട്ട് വന്നോളാം. ഒരു തവണയല്ല കേട്ടോ, 1000 തവണ നിത്യയ്ക്ക് വേണ്ടി ശയനപ്രദക്ഷിണം ചെയ്യാനും ഞാൻ തയ്യാറാ. താൻ ചെല്ലേ. നിത്യ, വാ. അങ്ങനെ അവസാനത്തെ തെളിവെടുപ്പും കഴിഞ്ഞു. ഇനി എന്നിൽ നിന്ന് കുതറി മാറാൻ നിനക്ക് കഴിയില്ല നിത്യ.
സാറേ സാറേ ഇത്തിരി മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് പോ സാറേ. വേണ്ട. മോക്ക് വെക്കാൻ ആഗ്രഹം കാണും സാറേ. കുറച്ച് വാങ്ങിച്ചിട്ട് പോ സാറേ. 3-4 വയറ് കഴിയാനുള്ളതാ. ഇന്ന് അമ്പലത്തിൽ ആള് തീരെ കുറവാ. പൂ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ സാറേ? ഒരു 3-4 മുഴം എടുക്കട്ടെ സാറേ. ഉം, ഒന്ന് വേണോന്ന് പറ മോളെ. വേറെ ഒന്നും തോന്നല്ലേ സാറേ. എങ്ങനെങ്കിലും വിറ്റ് തീർത്തേ പറ്റൂ. ഉം, വാങ്ങിക്ക് സാറേ. എന്നാ പിന്നെ സന്തോഷത്തോടെ വെച്ചു കൊടുക്ക് സാറേ. ദാ ഈ സ്ലൈഡ് ഫ്രീയാ. ഇതിന് കാശൊന്നും വേണ്ട. അല്ല. എന്താ സാറേ, എന്തിനാ മോളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? സമ്മതിച്ചേക്ക്. കെട്ടിയോൻ ഇത്തിരി മുല്ലപ്പൂ മുടി വെച്ചിരുന്നത് ഐശ്വര്യല്ലേ? അല്ല, സന്തോഷത്തിൽ വെച്ചു കൊടുക്ക് സാറേ. നന്നായിട്ടുണ്ട് മോളെ. രണ്ടാളും തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. ദാ, ഓ ശരി സാറേ. മോളെ, കൈ നോക്കി ലക്ഷണങ്ങൾ പറയാം മോളെ. സാറേ, ചില ലക്ഷണങ്ങളൊക്കെ പറയാനുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുക. മോളെ, മനസ്സിൽ ചില സംശയങ്ങൾ കിടന്ന് കളിക്കുന്നില്ലേ മോളെ? അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. വാ. ഹരി, ഞാനും നോക്കിക്കോട്ടെ. ഇരിക്ക. ആ കൈ ഒന്ന് നീട്ടിക്കേ. നല്ല കൈയാണല്ലോ മോളെ. ആരെ സ്നേഹിക്കുന്ന മനസ്സാണ്. ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കും. പക്ഷേ ചതിക്കാൻ വരുന്നവരെ തിരിച്ചറിയില്ല. മക്കളെ, ഇതിൽ നിന്നൊന്നെടുത്തേ മക്കളെ. ദാ ഇതിൽ നിന്നൊരെണ്ണം. എടുക്ക്. എടുത്തോ. ഈശ്വരാ ഭഗവാനെ കാത്തോളണേ ദൈവമേ. ഐശ്വര്യാണല്ലോ മക്കളെ കിട്ടിയിരിക്കുന്നേ. സാക്ഷാൽ ശ്രീരാമന് സീതാദേവിയാ. മുന്നോട്ടുള്ള ജീവിതത്തില്
രാമനും സീതയും പോലെ രണ്ടുപേരും വിളങ്ങി നിൽക്കുമെന്നാ ലക്ഷണം പറയുന്നത്. അതെ, വേഷം മാറി വന്ന ഒരു രാവണൻ പുറകിലുണ്ടല്ലോ. പിന്നാലെ നടക്കുന്നവൻ രക്തം കുടിക്കാനും മടിയില്ലാത്തവനാ. സൂക്ഷിക്കണം മോളെ.